Dear students, in the last class you were studied about Bessel functions and gamma functions. Today we will do some problems related to the concepts. First problem is, show that d by dx of j naught of x equal to minus j1 of x. Here j1x and j0x are Bessel functions where the general jp of x is defined as sigma n equal to 0 to infinity minus 1 raised to n x by 2 raised to 2n plus p the whole divided by n factorial into p plus n factorial. Okay, so here we are to show that when we put p equal to 0, then j naught of x equal to minus j1x. j1x is obtained when we put p equal to 1 in this expression. Okay, so we'll start with the left hand side here. So what will be j naught of x? From the formula of jp of x, we put p equal to 0 here. So the formula for j naught of x is sigma n equal to 0 to infinity minus 1 to the power n x by 2 raised to 2n plus 0. P equal to 0 here. This is x by 2 raised to 2n whole divided by n factorial into 0 plus n factorial. That is n factorial itself. So you may write the summation as sigma n equal to 0 to infinity minus 1 raised to n x raised to 2n divided by 2 raised to 2n, that is x by 2 raised to 2n, x raised to 2n by 2 raised to 2n into n factorial, that is n factorial square. Okay, so let us write the derivative of j naught x. What will be d by dx of j naught of x is equal to sigma n equal to 1 to infinity minus 1 raised to n x raised to 2n, derivative is 2n into x raised to 2n minus 1 whole divided by 2 raised to 2n into n factorial square. ഇവിടെ നമുക്ക് ആൻസറായി ലഭിക്കേണ്ടത് റൈറ്റ് ഹാൻഡ് സൈഡ് j1 ഓഫ് എക്സ് എന്നാണ്. j1 ഓഫ് എക്സ് എന്താണ് എന്ന് നമുക്കിവിടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാവുന്നതേ ഉള്ളൂ. ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി മൈനസ് 1 റേസ് ടു n x by 2 റേസ് ടു 2n പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു 1 പ്ലസ് n ഫാക്ടോറിയൽ. പിക്ക് നമ്മൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഈ ഫോമിലേക്കാണ് നമുക്ക് ഈ ആൻസർ എത്തിക്കേണ്ടത്. ഇവിടെ നമുക്ക് സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എന്നാണ് വേണ്ടത്. പക്ഷേ നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന ഡെറിവേറ്റീവ് കാണുന്ന സമയത്ത് കോൺസ്റ്റന്റ് ടേം 0 ആയി മാറുന്നത് കൊണ്ടാണ് ഇവിടെ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എന്നായി മാറിയത്. പക്ഷേ നമുക്ക് ഈ സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ഫോമിൽ എഴുതണം. ഫോർ ദാറ്റ് വി ഹാവ് ടു റീപ്ലേസ് ദിസ് n ബൈ n പ്ലസ് 1. ഓക്കെ, എന്നിനെ നമ്മൾ n പ്ലസ് 1 ആയിട്ട് റീപ്ലേസ് ചെയ്യുന്നു. റീപ്ലേസ് n ബൈ n പ്ലസ് 1. So what happens to the summation here? n plus 1 equal to 1 എന്നാണ് വരിക. n plus 1 ആവുന്ന സമയത്ത് n 0 ആണ്. So we can write sigma n equal to 0 to infinity. n കാണുന്ന സ്ഥലത്തെല്ലാം തന്നെ നമ്മൾ n plus 1 ആയിട്ട് റീപ്ലേസ് ചെയ്യുന്നു. So we have minus 1 raised to n plus 1, 2 into n plus 1, x raised to 2 into n plus 1 minus 1, the whole divided by 2 raised to 2 into n plus 1 into n plus 1 factorial square. ഓക്കെ, സോ ഇവിടെ മുകളിൽ നമുക്ക് n plus 1 എന്നൊരു ഫാക്ടർ ഉണ്ട്. ഇവിടെയുള്ള n plus 1 ഫാക്ടോറിയൽ സ്ക്വയറിലുള്ള ഒരു n plus 1 ഫാക്ടോറിയൽ എടുക്കുന്നു. അവിടെയുള്ള n plus 1 എന്ന ടേം ഈ n plus 1 ക്യാൻസൽ ചെയ്ത് കളയുന്നു. സോ വി ഹാവ് സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി. ഉള്ളിൽ നമുക്ക് മൈനസ് 1 റേസ് ടു n എന്ന് എഴുതണമെങ്കിൽ പുറത്തൊരു മൈനസ് സൈൻ എക്സ്ട്രാ ഉള്ളത് നമുക്ക് പുറത്ത് നിർത്താം. മൈനസ് 1 റേസ് ടു n x റേസ് ടു 2n പ്ലസ് 2 മൈനസ് 1, ദാറ്റ് ഈസ് 2n പ്ലസ് 1 ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 റേസ് ടു 2n പ്ലസ് 2 ആണ് ശരിക്കും ഇവിടെ എഴുതേണ്ടത്. പക്ഷേ ഞാൻ ഇവിടെ ഒരു 2 എക്സ്ട്രാ ഉള്ള 2 മുകളിലുള്ള ഈ 2 ആയിട്ട് ക്യാൻസൽ ചെയ്യുന്നു. സോ വാട്ട് റിമെയിൻസ് ഇസ് 2n പ്ലസ് 1. ഓക്കെ, എക്സ് റേസ് ടു 2 റേസ് ടു 2n പ്ലസ് 2 എന്നതിൽ ഒരു 2 ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാക്കി 2 റേസ് ടു 2n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 1 ഫാക്ടോറിയൽ നിന്ന് n പ്ലസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു n പ്ലസ് 1 ഫാക്ടോറിയൽ എന്നാണ് നമ്മൾ എഴുതേണ്ടിയിരുന്നത്. ഈ n പ്ലസ് 1 ഫാക്ടോറിയലിന് നമുക്ക് n ഫാക്ടോറിയൽ ഇൻറ്റു n പ്ലസ് 1 എന്ന് എഴുതാം. ആ n പ്ലസ് 1ഉം മുകളിലുള്ള n പ്ലസ് 1ഉം കൂടെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. സോ വാട്ട് റിമെയിൻസ് ഇസ് ഹിയർ n ഫാക്ടോറിയൽ. ഓക്കെ, ഇൻറ്റു n പ്ലസ് 1 ഫാക്ടോറിയൽ. ഇവിടെ n പ്ലസ് 1 ഫാക്ടോറിയൽ സ്ക്വയർ എന്നുണ്ടായിരുന്നു. അതിലൊരു n പ്ലസ് 1 ഫാക്ടോറിയൽ നമ്മൾ അങ്ങനെ തന്നെ എഴുതുന്നു. രണ്ടാമത്തെ n പ്ലസ് 1 ഫാക്ടോറിയലിന് n ഫാക്ടോറിയൽ ഇൻറ്റു n പ്ലസ് 1 എന്ന് എഴുതി. ആ n പ്ലസ് 1ഉം ന്യൂമറേറ്ററിലുള്ള n പ്ലസ് 1ഉം നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. Okay, so what remains is
Actually, minus sigma n equal to 0 to infinity minus 1 raised to n into x raised to 2n plus 1 by 2 raised to 2n plus 1. That can be written as x by 2 raised to 2n plus 1. The whole divided by n factorial into n plus 1 factorial. Actually, it's equal to j1 of x. So, this is equal to negative j1 of x. So, derivative of j0 x with respect to x is negative j1x. Next problem, d by dx of x into j1x equal to x into j0 x. jp of x in the expression la p ki 1 substitute edal we will get j1x as sigma n equal to 0 to infinity minus 1 raised to n x by 2 raised to 2n plus 1 by n factorial into n plus 1 factorial. So what will be x into j1x? ഈ കാണുന്ന എക്സ്പ്രഷനോട് കൂടി നമ്മൾ into x ചെയ്താൽ here this expression becomes x by 2 raised to 2n plus 1 is x raised to 2n plus 1 by 2 raised to 2n plus 1. x raised to 2n plus 1 into x ചെയ്യുമ്പോൾ x raised to 2n plus 2 എന്നായി മാറും. താഴെ നമുക്ക് 2 raised to 2n plus 1 ഡിനോമിനേറ്ററിൽ എഴുതുന്നു. Now we have to find the derivative of this function. We are going to differentiate this function. So നമ്മൾ ഡെറിവേറ്റീവ് എഴുതുന്ന സമയത്ത് മുമ്പത്തെ കേസിൽ j0 എക്സിൻ്റെ ഡെറിവേറ്റീവ് വരുന്ന സമയത്ത് ഇവിടെ നമ്മൾ സിഗ്മ n equal to 1 to infinity എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അതെന്തുകൊണ്ടാണ്? ഇവിടെ നമ്മൾ ഫസ്റ്റ് ടേം ശ്രദ്ധിക്കാം. n-ന് 0 കൊടുക്കുന്ന സമയത്ത് എക്സ് റേസ് ടു 0 ആയിട്ട് മാറുന്നു. അതായത് ഇവിടെ ഒരു ഫസ്റ്റ് ടേം ഇവിടെയുള്ള ടേം കോൺസ്റ്റൻറ്റ് ടേമാണ്. ആ കോൺസ്റ്റൻറ്റ് ടേമിൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പം ആ ഫസ്റ്റ് ടേം ആക്ച്വലി 0 ആയിട്ട് മാറിയിട്ട് ബാക്കി n equal to 1 ആവുന്ന ടേം തൊട്ടിട്ടേ നമുക്ക് ഇവിടെ എക്സ്പ്രഷനിൽ വരുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ സിഗ്മ n equal to 1 to infinity എന്ന് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇവിടുത്തെ ഈ കേസിൽ നോക്കുന്ന സമയത്ത് എക്സ് ഇൻറ്റു j1 എക്സിൻ്റെ എക്സ്പ്രഷനിൽ n-ന് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ എന്താ ലഭിക്കുന്നത്? എക്സ് സ്ക്വയർ എന്നാണ് ലഭിക്കുന്നത്. അതൊരു കോൺസ്റ്റൻറ്റ് ടേം അല്ല. എക്സ് സ്ക്വയർ ഉൾപ്പെടുന്ന ടേം ആവുന്ന സമയത്ത് അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടാൽ എന്ത് സംഭവിക്കും? എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ് ഇൻറ്റു ഈ കോയിഫിഷ്യൻ്റ് വരികയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഡെറിവേറ്റീവ് എഴുതുന്ന സമയത്ത് സമ്മേഷൻ n equal to 0 to infinity തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. minus 1 raised to n x raised to 2n plus 2 ൻ്റെ ഡെറിവേറ്റീവ് 2n plus 2 into x raised to 2n plus 1. ഓക്കെ, ബാക്കി ഫാക്ടേഴ്സ് ടേംസ് എല്ലാം തന്നെ നമ്മൾ അങ്ങനെ തന്നെ എഴുതുന്നു. സോ ഹിയർ ആസ് ഇൻ ദ പ്രീവിയസ് കേസ് ഈ കാണുന്ന 2n plus 2 എന്നതിനെ നമുക്ക് 2 into n plus 1 എന്ന് എഴുതാം. സോ അവിടെയുള്ള ആ 2ഉം താഴെയുള്ള 2n plus 1-ലെ ഒരു 2ഉം ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ n plus 1 എന്ന ഫാക്ടറും n plus 1 ഫാക്ടോറിയലിലുള്ള n plus 1 എന്ന ടേമും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി നമുക്ക് ഉണ്ടാവുക -1 സമ്മേഷൻ n equal to 0 to infinity -1 raised to n 2n plus 2 മുഴുവനായി ഇവിടെ ക്യാൻസൽ ചെയ്ത് പോയി. x raised to 2n plus 1 താഴെ ഉണ്ടാവുക 2 raised to 2n ഒരു 2 ഇവിടെ ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ട്. 2 raised to 2n ഇൻറ്റു n ഫാക്ടോറിയൽ ഇൻറ്റു n plus 1 ഫാക്ടോറിയലിലുള്ള n plus 1 ക്യാൻസൽ ചെയ്ത് പോയി മുകളിലുള്ള ടേമുമായിട്ട് ബാക്കി n ഫാക്ടോറിയൽ ഉണ്ടാവും. അത് നമ്മൾ എഴുതി. So actually we get the expression as x into j0 of x. ഈ x raised to 2n plus 1 നിന്ന് x സമ്മേഷൻ്റെ പുറത്തേക്ക് എഴുതിയാൽ this expression becomes x into sigma n equal to 0 to infinity -1 raised to n x by 2 raised to 2n by n factorial square. It is actually equal to x into j0 of x. Therefore, d by dx of x into j1x is x into j0 x. Another important problem, prove that gamma 1 by 2 equal to root of pi. Actually we have gamma p is defined by integral 0 to infinity t raised to p minus 1 into e raised to minus t dt. So here our LHS is gamma half, that is gamma 1 by 2. So we have to put p equal to 1 by 2 in this formula. So we have gamma 1 by 2 equal to integral 0 to infinity t raised to 1 by 2 minus 1 into e raised to minus t dt. So it's actually equal to integral 0 to infinity t raised to 1 by 2 minus 1 is minus 1 by 2 into e raised to minus t dt. So we have to evaluate this definite integral to find the value of gamma half. So first we put t equal to s square. We are changing the variable t to the variable s. So what will be dt? dt equal to 2s ds. So when t equal to 0, s equal to 0 itself because s is square root of t, and when t equal to infinity, then also s equal to infinity. Okay, so here this integral can be written as integral 0 to infinity
s square raised to minus 1 by 2. T equal to s square എന്ന് substitute ചെയ്യുന്നു. So s square raised to minus 1 by 2 means that s raised to 2 into minus 1 by 2 is minus 1. So we have s raised to minus 1 into e raised to minus s square into dts 2s ds. Okay, so what happens here? It is s into s raised to minus 1. So it becomes 1. So the integral becomes 2 into integral 0 to infinity e raised to minus s square ds. ഇവിടെ t equal to s square എന്ന് ചൂസ് ചെയ്ത സമയത്ത് s എന്നത് ഒരു ഡമ്മി വേരിയബിൾ മാത്രമാണ്. സോ എസ്സിന് പകരം ഒരു ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ ആയതുകൊണ്ട് നമുക്ക് എസ്സിന് പകരം എക്സ് എന്നോ വൈ എന്നോ ഏത് വേരിയബിൾ വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. സോ ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഗാമ 1/2 ഈക്വൽ ടു 2 ടൈംസ് ഇൻറ്റഗ്രൽ 0 to infinity e raised to minus s square ds എന്നാണ്. സോ what will be gamma 1/2 whole square? So it's equal to 2 times integral 0 to infinity s എന്ന വേരിയബിളിന് പകരം എനിക്ക് ഇഷ്ടമുള്ള വേരിയബിൾ ചൂസ് ചെയ്യാവുന്നതാണ്. സോ ഐ വിൽ ചൂസ് എക്സ് ഹിയർ, ദ വേരിയബിൾ എക്സ്. സോ വി ഹാവ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഇൻ ടു ഐ ഹാവ് ടു മൾട്ടിപ്ലൈ ദ ഇൻറ്റഗ്രൽ വൺ മോർ ടൈംസ് ബിക്കോസ് വി ഹാവ് ടു റൈറ്റ് ഗാമ ഹാഫ് സ്ക്വയർ. സോ വി ഹാവ് 2 ടൈംസ് ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. രണ്ടാമത്തെ പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ മറ്റൊരു വേരിയബിൾ ചൂസ് ചെയ്യാണ്. സോ ഇറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് വൈ സ്ക്വയർ ഡി വൈ. ഡെഫിനിറ്റ് ഇൻറ്റഗ്രലിൻ്റെ കേസിൽ നമുക്കറിയാം നമ്മളിവിടെ എസ് ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് സ്ക്വയർ ഡി എസിന് ഈക്വൽ ആണ്. ഇവിടെ നിങ്ങൾ ഏത് വേരിയബിൾ എസ്സിന് പകരം ഏത് വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും. ഓക്കെ, സോ ഹിയർ ആക്ച്വലി വി ഹാവ് ദ എക്സ്പ്രഷൻ 4 ടൈംസ് ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. അഗെയിൻ ഡബിൾ ഇൻറ്റഗ്രൽ ആണ് വരുന്നത്. ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, ദാറ്റ് ഇസ് മൈനസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ dx dy. Okay, now we are going to change this expression to polar variables. How can we change the integral to polar variables? We have to substitute x equal to r cos theta, y equal to r sin theta. Okay, so in this case we know r equal to x square plus r square equal to x square plus y square, because x square here is r square cos square theta, y square is r square sin square theta. When we add together we have r square is equal to x square plus y square, and also the angle theta equal to tan inverse y by x. ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ ഇത്തരത്തിൽ പോളാർ കോർഡിനേറ്റിലേക്ക് മാറ്റുന്ന സമയത്ത് ഇത്തരം സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുമ്പോൾ വരുന്ന റിസൾട്ട്സ് ആണിത്. നമുക്കറിയാവുന്ന റിസൾട്ട്സ് ആണ് ഇതെല്ലാം തന്നെ. ആൻഡ് വാട്ട് ഹാപ്പൻസ് വെൻ എക്സ് ആൻഡ് വൈ ടെൻസ് ടു 0 to infinity? When y equal to 0, actually theta equal to 0, because y equal to r sin theta. Okay, y 0 ആവുന്ന സമയത്ത് sin theta 0 ആവണം, അതായത് theta 0 ആവണം. So when y equal to infinity, theta equal to pi by 2, because tan inverse infinity എന്നാണ് വരിക. ടാനിൻ്റെ ഏത് വാല്യൂ ആണ് ഇൻഫിനിറ്റി വരുന്നത്? tan pi by 2 ആണ് ഇൻഫിനിറ്റി വരുന്നത്. സോ വൈയുടെ ലിമിറ്റ്സ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. വൈയുടെ അല്ല തീറ്റയുടെ ലിമിറ്റ്സ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. വൈ 0 to infinity ആവുന്ന സമയത്ത് തീറ്റയുടെ വാല്യൂ 0 to pi by 2 ആയിട്ടാണ് വേരി ചെയ്യുന്നത്. ആൻഡ് വാട്ട് ഹാപ്പൻസ് ടു ദ വാല്യൂ ഓഫ് ആർ? When x and y are zeros, then r is also 0. When x and y are infinity, r is also infinity. So the variable r has the limits 0 to infinity itself. So we have the integral here, gamma 1/2 square whole square equal to 4 times integral. ആദ്യം നമുക്ക് തീറ്റയുടെ ലിമിറ്റ്സ് എഴുതാം. തീറ്റ ഈക്വൽ ടു 0 to pi by 2 integral r equal to 0 to infinity e raised to minus r square r dr d theta. When we change the double integral in xy coordinates, the polar coordinates, dx dy will be equal to r dr d theta. Again here we have to change the variable r square to the variable u for easy integration. When r square equal to u, 2r dr equal to du, and the limits of u are again 0 to infinity itself. Okay, when r equal to 0, u equal to 0. When r equal to infinity, u equal to infinity. So we have the integral becomes 4 times integral theta equal to 0 to pi by 2 integral u equal to 0 to infinity e raised to minus u into r dr equal to du by 2. Okay, so here we have du by 2 into d theta.
So 1, 2 cancels here. So we have 2 times integral theta equal to 0 to pi by 2. E raised to minus u, integral is e raised to minus u divided by minus 1 between limit 0 to infinity d theta. And this equal to minus 2 into integral theta equal to 0 to pi by 2. Here we are going to apply the upper and lower limits. E raised to minus infinity means that it is 1 by e to the power infinity. So it is 1 by infinity. 1 by infinity means 0. Okay, so e raised to minus infinity is 0 minus what will be e raised to 0? E raised to 0 is 1. So we have minus 1 d theta. So again we have a minus sign inside the integral, take it outside. So minus 2 into minus 1 is 2. 2 into integral 0 to pi by 2 d theta. That is theta, integral of 1 d theta, isn't it? So it is theta between limit 0 to pi by 2. So the answer is 2 into pi by 2 minus 0, that's equal to pi. So what we evaluated is that gamma 1 by 2 whole square equal to pi. So what will be gamma 1 by 2? It will be equal to square root of pi. So this is an important result. We proved that gamma half equal to root pi. Now we have already proved that gamma p plus 1 equal to p gamma p for p greater than 0. Okay. So from this equation we have gamma p equal to gamma p plus 1 divided by p. നമ്മൾ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ എഴുതേണ്ട ആവശ്യം എന്താണെന്ന് പറയാം. ഇവിടെ നമ്മൾ പി ഗ്രേറ്റർ ദാൻ 0 ആവുന്ന സമയത്താണ് ഗാമ പി പ്ലസ് 1 ഇത്തരത്തിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി പിയുടെ വാല്യൂ നെഗറ്റീവ് 1നും 0ക്കും ഇടയ്ക്കാണെന്ന് വിചാരിക്കാം. ദാറ്റ് ഈസ് ഇഫ് -1 ലെസ് ദാൻ പി ലെസ് ദാൻ 0 ആണെങ്കിൽ പി പ്ലസ് 1ൻ്റെ വാല്യൂ ഏതെല്ലാം ഇൻറ്റിജേഴ്സിനുള്ളിലായിരിക്കും? പി പ്ലസ് 1 ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് 1. We add 1 to each expression of this inequalities, that is -1 plus 1 is 0, p plus 1, 0 plus 1 is 1. So if p lies between -1 and 0, the value of p plus 1 lies between 0 and 1. So നമ്മൾ ഈ എക്സ്പ്രഷൻ നോക്കുന്ന സമയത്ത് പിയുടെ വാല്യൂ -1നും 0നും ഇടയിലാണുള്ളത്. സോ ഗാമ പി എന്ന എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും? പി ഒരു നെഗറ്റീവ് നമ്പറാണ് ഇവിടെ ഉള്ളത്, നെഗറ്റീവ് റിയൽ നമ്പറാണ് വിച്ച് ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് -1. സോ ആ കേസിൽ എങ്ങനെയാണ് ഒരു നെഗറ്റീവ് റിയൽ നമ്പറിൻ്റെ കേസിൽ എങ്ങനെയാണ് നമുക്ക് ഗാമ ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയുന്നത്? ഈ കാണുന്ന ഫോർമുലയുടെ റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ഗാമ പി പ്ലസ് 1 ബൈ പി. ഓക്കെ, പി എന്ന് പറഞ്ഞത് നെഗറ്റീവ് റിയൽ നമ്പറാണ്, ദർ ഇസ് നോ പ്രോബ്ലം. p plus 1 lies between 0 and 1 ആണ്. അതുകൊണ്ട് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ എക്സ്പ്രഷൻ മീനിങ് ഫുൾ ആണ്. ദാറ്റ് ഈസ് RHS ഓഫ് ദ എക്സ്പ്രഷൻ സ്റ്റാർ is meaningful. Therefore, using this expression we can find gamma p if p lies between -1 and 0. And what happens if p lies between -2 and -1? If p lies between -2 and -1, if we add 1 to all the expressions in this inequality, we have -2 plus 1 is -1, p plus 1, -1 plus 1 is 0. Okay, so we can find the value of gamma p. Here p lies between -2 and -1. Then also we can find the value of gamma p by using the value of gamma p plus 1, because gamma p is gamma p plus 1 by p. Okay, so ഈ കാണുന്ന എക്സ്പ്രഷൻ ഉപയോഗിച്ചുകൊണ്ട് p നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് ആണെങ്കിലും നമുക്ക് ഗാമ പിയുടെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയും. Hence, we have the expression gamma p plus 1 equal to p gamma p, and using this expression we can evaluate gamma p for any real number, whether it is positive or negative. Okay, so here gamma p plus 1 equal to p gamma p, and here we can write this as gamma p into gamma p, again can be written as p minus 1 into gamma p minus 1, isn't it? Gamma p plus 1 ആണെങ്കിൽ p gamma p ആണ്. അപ്പോൾ gamma p എന്ന് പറയുന്നത് p minus 1 gamma p minus 1. So again when we repeat the formula, we have p into p minus 1 into gamma p minus 1 is p minus 2 into gamma p minus 2, etc. Okay, so ഈ കാണുന്ന ഫോർമുല ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സാധാരണ p ഒരു ഇൻറ്റിജർ ആണ് എന്ന് വിചാരിക്കാം. ഇവിടെ p ഒരു ഇൻറ്റിജർ ആണെങ്കിൽ നമുക്ക് എന്താ ലഭിക്കുന്നത്? ഗാമ n plus 1 equal to n, ഒരു പിക്ക് പകരം n എന്ന് പറഞ്ഞൊരു ഇൻറ്റിജർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഗാമ n plus 1 equal to n into n minus 1 into n minus 2 into etc. ഇത് എൻഡ് ചെയ്യുന്നത് 1-ലായിരിക്കും. ഓക്കെ, സോ ആക്ച്വലി p ഒരു ഇൻറ്റിജർ ആണെങ്കിൽ ഇവിടെ നമുക്ക് ലഭിക്കുന്നത് റിസൾട്ട് എന്ന് പറയുന്നത് ഗാമ n plus 1 equal to n ഫാക്ടോറിയൽ എന്നാണ്.
സോ ആ കാണുന്ന ഫോർമുലയുമായിട്ട് അല്ലെങ്കിൽ ആ കാണുന്ന ഡെഫിനിഷനുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഹിയർ വി define p factorial for any positive real number as gamma p plus 1 equal to p factorial. So p എന്നത് ഒരു ഇൻറ്റിജർ അല്ല, ഒരു ഫ്രാക്ഷൻ ആണ് എങ്കിലും നമുക്ക് ഗാമ പി പ്ലസ് 1 ഈക്വൽ ടു പി ഫാക്ടോറിയൽ എന്ന ഡെഫിനിഷൻ നമ്മൾ നൽകുന്നു. സോ പി എന്നത് ഒരു റാഷണൽ നമ്പർ ആവുന്ന സമയത്ത്, ഫ്രാക്ഷൻ ആവുന്ന സമയത്ത് പി ഫാക്ടോറിയലിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഗാമ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ ഈ സെക്ഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബെസൽ ഫംഗ്ഷൻസ് എഴുതിയ സമയത്ത് അവിടെ പി ഫാക്ടോറിയൽ എന്ന അല്ലെങ്കിൽ ഒരു ഫാക്ടോറിയൽ പി പ്ലസ് എൻ ഫാക്ടോറിയൽ എന്നൊരു ടേം ബെസൽ ഫംഗ്ഷൻ്റെ ഉള്ളിൽ വന്നിരുന്നു. സോ ആ കാണുന്ന എക്സ്പ്രഷൻ മീനിങ് ഫുൾ ആവുക പി ഒരു ഇൻറ്റിജർ ആവുമ്പോൾ മാത്രമായിരിക്കും എന്നതായിരുന്നു നമ്മളുടെ ഒരു പ്രോബ്ലം. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, പി ഒരു റാഷണൽ നമ്പർ ആണെങ്കിലും ഫാക്ടോറിയൽ ഇത്തരത്തിൽ ഗാമ ഫംഗ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഡിഫൈൻ ചെയ്തു. ഓക്കെ, so using this result, let's just do some problems. First of all, evaluate 5 by 2 factorial. Okay, so 5 by 2 factorial, that is here we have to put p equal to 5 by 2. So this is equal to gamma 5 by 2 plus 1. So this is equal to, this is of the form gamma p plus 1. Okay, it is p gamma p. So we can write 5 by 2 into gamma 5 by 2. Gamma 5 by 2 plus 1 is 5 by 2 into gamma 5 by 2. So this can be written as 5 by 2 into 5 by 2 എന്നതിനെ നമുക്ക് 3 by 2 plus 1 എന്ന് എഴുതാവുന്നതാണ്. So here we can write gamma 3 by 2 plus 1. Okay, again this expression becomes 5 by 2 into gamma 3 by 2 plus 1 is 3 by 2 into gamma 3 by 2. Okay, again using the result we have 5 by 2 into 3 by 2 into again ഇവിടെയുള്ള 3 by 2 എന്നെ നമുക്ക് 1 by 2 plus 1 ഫോമിൽ എഴുതാവുന്നതാണ്. സോ ഹിയർ വി ഹാവ് ഗാമ 1 by 2 plus 1 സംതിങ് പ്ലസ് 1 ഫോമിൽ ഗാമ ഫംഗ്ഷൻ്റെ ഉള്ളിലുള്ള ഭാഗത്തിന് എഴുതാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. സോ വി ഹാവ് 5 by 2 into 3 by 2 into ഗാമ 1 by 2 plus 1 is 1 by 2 into ഗാമ 1 by 2. And we have already proved that gamma 1 by 2 equal to square root of pi. So we have the result 5 by 2 factorial equal to 5 by 2 into 3 by 2 into 1 by 2 into square root of pi. One more problem. Evaluate minus 3 by 2 factorial. Okay, so this is equal to gamma minus 3 by 2 plus 1. P factorial is gamma p plus 1. And what is minus 3 by 2 plus 1? It is minus 1 by 2. So it is gamma minus 1 by 2. For a negative real number p, we have gamma p equal to gamma p plus 1 divided by p. Okay, ഇവിടെ നമുക്കൊരു നെഗറ്റീവ് റിയൽ നമ്പറാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് നമുക്കിതിനെ മാറ്റി എഴുതേണ്ടതുണ്ട്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഗാമ മൈനസ് 1 by 2 പ്ലസ് 1 divided by p is minus 1 by 2 here. So minus 1 by 2. So this is equal to gamma minus 1 by 2 plus 1 is 1 by 2. So gamma 1 by 2 divided by minus 1 by 2. So the answer is minus 2 into gamma half is square root of pi. So the answer is negative 2 root pi. So ഇത്തരത്തിൽ രണ്ട് ടൈപ്പ് പ്രോബ്ലംസ് ആണ് വരിക. ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആണ് നമുക്ക് വരുന്നതെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പി ഫാക്ടോറിയൽ ഇസ് ഗാമ പി പ്ലസ് 1 എന്ന ഫോമുല ആദ്യം എഴുതുന്നു. ദെൻ ഗാമ പി പ്ലസ് 1 ഈസ് പി ഗാമ പി. ഈ പി ഗാമ പി എന്ന ഈ ഫോമുല നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിച്ചിട്ടാണ് ഒരു പോസിറ്റീവ് റിയൽ നമ്പറിൻ്റെ കേസിൽ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്നത്. അതേസമയം നമുക്കൊരു നെഗറ്റീവ് റിയൽ നമ്പറാണ് തന്നിട്ടുള്ളതെങ്കിൽ വി ഹാവ് ടു എക്സ്പ്രസ് ഇറ്റ് ആസ് ഗാമ പി ഈക്വൽ ടു ഗാമ പി പ്ലസ് 1 ബൈ പി. ഓക്കെ, സോ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഫാക്ടോറിയലിന് ആദ്യം ഫോമുല അപ്ലൈ ചെയ്തു. മൈനസ് 1 3 by 2 ഫാക്ടോറിയൽ എന്നത് ഗാമ മൈനസ് 3 by 2 പ്ലസ് 1 ആണ്. ദെൻ വി ഹാവ് ടു അപ്ലൈ ദിസ് ഫോമുല. മുമ്പ് ചെയ്ത ഫോമുല ആയത് ഗാമ പി പ്ലസ് 1 ഈക്വൽ പി ഗാമ പി എന്ന് ഡയറക്റ്റായിട്ട് നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടെ നെഗറ്റീവാണ് ഉള്ളിൽ നിൽക്കുന്ന പിക്ക് പകരമുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു യൂസ് ദ ഫോമുല ഗാമ പി ഈക്വൽ ടു ഗാമ പി പ്ലസ് 1 ബൈ പി. സോ ഗാമ മൈനസ് 1 by 2 നമുക്ക് കണ്ടുപിടിക്കാനാവാത്തത് കൊണ്ട് നമ്മളിവിടെ ഈ ഫോമുല ഉപയോഗിച്ചിട്ട് ഗാമ സൈനിൻ്റെ ഉള്ളിൽ പോസിറ്റീവാക്കി മാറ്റി. സോ ഗാമ പി ഈക്വൽ ടു ഗാമ പി പ്ലസ് 1 ബൈ പി. ആ ഫോമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഗാമയുടെ ഉള്ളിൽ വരുന്നത് പോസിറ്റീവ് റിയൽ നമ്പറായിട്ട് മാറി. ദെൻ യു ക്യാൻ യൂസ് ദ ഫോമുല. ഓക്കെ.